പ്രിയ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീ ആഞ്ജനേയ സ്വാമിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആഞ്ജനേയ സ്വാമിക്ക് വടമാല വളരെയധികം പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ മുദ്രമോതിരം സീതാദേവിക്ക് കൊടുക്കുവാനായി ആഞ്ജനേയ സ്വാമിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ആഞ്ജനേയ സ്വാമി അത് ലങ്കയിൽ ചെന്ന് സീതാദേവിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ആ മുദ്രമോതിരം കയ്യിൽ കിട്ടിയതും സീതാദേവിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം എന്താ, എന്നാണ് ശ്രീരാമചന്ദ്രൻ എന്നെ കാണാൻ വരിക, എന്നാണ് എനിക്ക് നരകത്തു നിന്നൊരു മോക്ഷം കിട്ടുക എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് സീതാദേവി എന്നും ഓരോ ദിവസവും അവിടെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ കയ്യിൽ നിന്നും ഈ മോതിരം കിട്ടിക്കഴിയുമ്പോഴേക്കും സീതാദേവിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. ദേവിക്ക് ആഞ്ജനേയന് എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നുകയാണ്. സന്തോഷം കൊണ്ട് ആഞ്ജനേയന് എന്തെങ്കിലും കൊടുക്കണം, ഗിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണ്. പക്ഷേ അവിടെ എന്താ ഉള്ളത്? വെറും കാടാണല്ലോ. കുറേ രാക്ഷസിമാരുടെ ചുറ്റിലാണ് സീതാദേവി അവിടെ ഇരിക്കുന്നത്. ഉടൻ തന്നെ സീതാദേവി എന്ത് ചെയ്തു? താൻ ഇരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സീതാദേവി ഇരുന്നിട്ടുണ്ടായിരുന്നത്. തൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു വടവൃക്ഷത്തിൽ നിന്നും ആ ഇലകൾ പറിച്ചെടുത്ത് അതിനെ നല്ലൊരു മാലയാക്കി ആഞ്ജനേയ സ്വാമിയുടെ കഴുത്തിലിട്ട് അദ്ദേഹത്തിനെ ആദരിച്ചു. തൻ്റെ സന്തോഷം ആ മാലയിലൂടെ അദ്ദേഹത്തിന് കൈമാറി. ഈ മാലയാണ് പിന്നീട് ആ ഇല, വടവൃക്ഷത്തിൻ്റെ ഇല എന്നുള്ളതിൽ നിന്ന് മാറി നമ്മൾക്ക് കഴിക്കുന്ന വടയായി അത് മാറിയത്. അതെ, എന്നാണ് അങ്ങനെ മാറിയത് എന്നുള്ളതിന് കൃത്യമായ രേഖകളൊന്നുമില്ല. പക്ഷേ ശരിക്കും ഈ വടവൃക്ഷം എന്ന് വടവൃക്ഷത്തിൻ്റെ ഇല ആയിരുന്നു ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ വീണത്. പിന്നീട് എപ്പോഴും അത് കഴിക്കുന്ന വടയായി മാറി. ഈ ഒരു കാര്യമാണ് എനിക്കിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ തോന്നിയത്. ഇത് മാത്രമല്ല, ഹനുമാന് വടമാല ചാർത്തിയാൽ രാഹുവിൻ്റെ ദോഷങ്ങൾ അകലുന്നു എന്നുള്ളതും അങ്ങനെയും ഒരു വിശ്വാസമുണ്ട്. രാഹുവിന് ഉഴുന്നു ഏറ്റവും പ്രിയപ്പെട്ടതാണത്രേ. അതുകൊണ്ട് ഉഴുന്നുവട ഹനുമാന് ചാർത്തുന്നത് കൊണ്ട് രാഹുദോഷങ്ങൾ മാറിക്കിട്ടുമെന്നും പറയുന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് നിമിഷങ്ങൾ എനിക്കറിയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാം. രാധേ കൃഷ്ണ.